എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പേയാട് അരുവിപ്പുറത്ത് നമ്മുടെ പേയാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.25 കിലോമീറ്റർ മാറി നമ്മുടെ അരുവിപ്പുറത്ത് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് അത് നമുക്കൊരു 4 BHK വരുന്ന ബഡ്ജറ്റ് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഈ കാണുന്ന വീടാണ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വീട് വരുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് പേയാട് നിന്ന് ഏകദേശം 1.25 കിലോമീറ്റർ മാറി നമുക്ക് അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ വീട് വരുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്യുന്ന ഒരു ലക്ഷറി ലുക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ മുറ്റത്ത് 2 കാർ വരെ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. വീടിനോട് ചേർന്ന് നമുക്കൊരു കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്ക് അല്ലാതെ ഒരു കാർ ഇടാനുള്ള സ്പേസും വരുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഒറിജിനൽ കരിങ്കല്ലാണ് പാവിട്ടുള്ള. ഇതിൽ നമ്മൾ ആർട്ടിക്കൽ ഗ്രാഫ്സും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. നമുക്കൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വുഡ് ഉപയോഗിക്കുന്ന ഫുൾ തേക്കാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 79 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് അതിവിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് വന്നിട്ട് 5 കെട്ടാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് വരുന്നത്. സിറ്റ് ഔട്ടിൽ പാനൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ തേക്കാണ്, ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന തേക്കാണ്. ഇത് നമ്മുടെ പോളിഷ്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ടിലെ തൂണ് വന്നിട്ട് നമ്മുടെ തൂണിൽ ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന തേക്കാണ്, വുഡ് വന്നിട്ട് തേക്കാണ്. ഈ കാണുന്ന നമ്മുടെ ഹാൻഡിൽ വർക്ക് ഇത് നമുക്ക് തേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്ക് ലിവിംഗ് ഏരിയയിലെ 4 സീലിംഗ് വന്നിട്ട് നമുക്ക് നല്ല വുഡിന്റെ ഡിസൈനിലാണ് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്പോട്ട് ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് 12x14 നമ്മുടെ ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. നമുക്കിവിടെ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. നമുക്ക് സ്വിച്ച് വന്നത് ആഞ്ചറിന്റെ സ്വിച്ച് ആണ് വരുന്നത്. വി ഗാർഡിന്റെ വയറാണ് വരുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. TV യൂണിറ്റ് ചെയ്യുന്നത് ഫുൾ തടിയിലാണ്, നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്, ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാനൽ വർക്കിന് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് തേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നമുക്ക് ഷോക്കേസ്, നമുക്ക് ചെറിയ രീതിയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്, തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വർക്ക് ചെയ്യുന്ന ഫുൾ തടിയിലാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വരുന്നത്. ഡൈനിങ് സെക്ഷന്റെ ഏരിയ വന്നിട്ട് 11 കെട്ടാണ് നമ്മുടെ ഡൈനിങ് സെക്ഷന്റെ ഏരിയ വന്നിട്ട്. ഇവിടെ ടെയിൽ വരുന്ന 5ക്ക് 2.5 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വാഷ് ബേസ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൽ ഫിറ്റിംഗ്സിന് വെച്ചിരിക്കുന്ന സെറയാണ്. വാഷ് ബേസിന്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റോറേജ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്യുന്ന വുഡിലാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് കിച്ചണിലോട്ട് പോകുന്നിടത്ത് നമുക്ക് ഇവിടെ പാർട്ടീഷൻ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വുഡിൽ നമുക്ക് കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ തടിയിലാണ് വരുന്നത്. ഇത് ഫുൾ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട്. കിച്ചണിലെ സ്റ്റോറേജ് നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് കബോർഡ് ചെയ്തിരിക്കുന്ന വുഡിലാണ്, ഫുൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വുഡൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചന്റെ സൈസ് വന്നിട്ട് 10x11 നമ്മുടെ കിച്ചന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ സിങ്കും പൈപ്പൊക്കെ വരുന്നത് നമുക്ക് സെറയാണ് വരുന്നത്. നമുക്ക് കിച്ചണിൽ ബോഷിന്റെ ചിമ്മിനി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഗ്യാസ് അടുപ്പ് മാത്രം വാങ്ങി വെച്ചാൽ മതി. കിച്ചണിൽ നിന്ന് ചേർന്നാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ കബോർഡ് ചെയ്യുന്നത് നമുക്ക് ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. അതും ഫുൾ നമുക്ക് തടിയാണ് വരുന്നത്. അകത്തെ ഡോറെല്ലാം നമുക്ക് തടിയിലാണ് വരുന്നത്. ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നമുക്ക് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് സെറയാണ്. വർക്ക് ഏരിയ നമുക്ക് ബാക്ക് സൈഡിലാണ് നമുക്ക് കിണർ വരുന്നത്. ഇതാണ് നമ്മുടെ കിണർ വന്നിട്ട്. നമുക്ക് ബാക്കിൽ ചെറിയ രീതിയിൽ ഗാർഡൻ വൃക്കിച്ചുള്ള സ്പേസ് വരുന്നുണ്ട്. വീട്ടിൻ്റെ 3 സൈഡ് നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്കിവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. 3 സൈഡ് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നനയല് വന്നിട്ട്. നമുക്കിവിടെ മൊത്തം 4 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 4 സീലിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം സൈസ് വന്ന് 13x10 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ ഫുൾ നമുക്ക് കബോർഡ് ചെയ്യുന്ന ഫുൾ തടിയിലാണ്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് 2 പാളിയുടെ ഡോറാണ് വരുന്നത് കബോർഡിൽ. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡിന്റെ പുറത്ത് നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫുൾ നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂമിലെ ഡോർ വന്നിട്ട്. നമ്മുടെ വുഡിന്റെ ഡിസൈൻ വന്ന ഡോറാണ് വരുന്നത്. നമുക്ക് നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ സെറയാണ്. നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. എക്സ്റ്റോസ് ഫാനും ചെയ്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട് ഇവിടെ നമുക്ക് പ്രൊഫൈലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ഫുൾ നമ്മുടെ വുഡിലാണ്. ഇത് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, ഫുൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ റാക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുന്നിടത്ത് നമുക്ക് പർഹോള വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് 2 ഫാൻസി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു TV യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇത് നമുക്ക് ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് ഉള്ള 4 ബെഡ്റൂമിൽ ഇത്രയും ചെറിയൊരു ബെഡ്റൂം ഇതാണ്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x10 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഷെയ്ഡിന്റെ പുറത്തും കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് വരുന്നത് ഫുൾ സെറയാണ്. അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ് ഹാളിൽ നിന്ന്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇത് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഷിങ്ക് സൈഡിന്റെ മേളിൽ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജാണ് വരുന്നത്. ഇവിടെ ഫുൾ നമുക്ക് വുഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x14 ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയ വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ചെയ്യുന്ന ഫുൾ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. 13x11 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് സ്റ്റാൻഡേർഡ് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സെയിം മെത്തേഡിൽ തന്നെയാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2 പള്ളിയുടെ കബോർഡ് വർക്കാണ്. ഫുൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം സെറയാണ്. സെയിം മെത്തേഡിലാണ് വരുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് വരുന്നത്. നമ്മളിവിടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമ്മുടെ ബാൽക്കണിയാണ്. നമ്മുടെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. നമുക്കിവിടെ പാനൽ വർക്ക് ചെയ്യുന്ന വുഡിലാണ്, തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹാൻഡിൽ ചെയ്യിക്കുന്നത് നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാൽക്കണിയിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാം ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന വില്ലയ്ക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. നമുക്ക് ഈ വില്ലയ്ക്കത്ത് ആകെ 2 വീട് നമുക്ക് സെയിലിനുള്ളൂ. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ വീട് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അത് നമുക്ക് 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന 4 ബെഡ്റൂമോട് കൂടിയ വീടാണ്. നമുക്ക് ഹാളിൽ നിന്ന് ടെറസിലോട്ട് വന്ന ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വരുന്നത്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വരുന്നത്. നമുക്കിവിടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്കിവിടെ ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. നമ്മുടെ ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പേയാട് ഒരു 1.25 കിലോമീറ്റർ മാറി അരിയപ്പുറത്ത് വില്ലയ്ക്കത്താണ് നമുക്ക് ഈ വീട് വരുന്നത്. ഇവിടെ നമുക്ക് 2 വീട് വരുന്നുണ്ട്. ഒരു 75 ലക്ഷത്തിൻ്റെ, ഒരു 79 ലക്ഷത്തിൻ്റെ വീട്. ഈ 2 വീട് നമുക്ക് സെയിലിനുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. നമുക്കിവിടെ റോഡ് വന്നിട്ട് 3 മീറ്ററാണ് വരുന്നത്. റോഡ് നമുക്ക് ഫുൾ ഇന്റർലോക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കരഭൂമിയിലാണ് വീട് ഇരിക്കുന്നത്. വാസ്തുപ്രകാരം വീട് വെച്ചിട്ടുള്ളത്. നമുക്ക് തെക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. വീട്ടിൽ വുഡ് ഉപയോഗിക്കുന്ന ഫുൾ തേക്കാണ്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കബോർഡ് വർക്കും ചെയ്യുന്നത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 79 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതൊരിക്കലും ബൈ.